കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണഭരശത്രുഘ്നാനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 29 പറഞ്ഞത്. അതിൽ നമ്മൾ ആക്ച്വലി സ്ഥൂല ശരീരം എന്താണെന്നും സൂക്ഷ്മ ശരീരം എന്താണെന്നുമാണ് അതിൽ പറഞ്ഞതല്ലേ. സ്ഥൂല ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ് അല്ലേ. അതായത് ഈ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അതുകൊണ്ടുണ്ടാക്കിയതാണ് ഏത്? നമ്മുടെ സ്ഥൂല ശരീരം അല്ലെങ്കിൽ ഗ്രോസ് ബോഡി. എന്നാൽ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയുള്ളത്? ഈ പഞ്ചതന്മാത്രകളുണ്ടല്ലോ, അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ആ പഞ്ചതന്മാത്രകളും 10 ഇന്ദ്രിയങ്ങളും, അതായത് 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും, പിന്നെ അഹങ്കാരവും ബുദ്ധിയും മനസ്സും. അപ്പോൾ 18 ആകെ. 5 തന്മാത്രകൾ, 10 ഇന്ദ്രിയങ്ങൾ, 15 പിന്നെ മനസ്സും അഹങ്കാരവും ബുദ്ധി മനസ്സും, അപ്പോൾ 18 കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ അതാണ് സൂക്ഷ്മ ശരീരം. 18 കാര്യങ്ങളുണ്ട്. അതായത് പഞ്ചതന്മാത്രകൾ, 10 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, അപ്പോൾ 18. അതാണ് സൂക്ഷ്മ ശരീരം. മറ്റത് സ്ഥൂല ശരീരം. അപ്പോൾ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കൂടിയതിനെയാണ് നമ്മൾ എന്ത് പറയണ? ക്ഷേത്രം അല്ലെങ്കിൽ ദേഹം എന്ന് പറയുന്നത്. അത് ജഡാണ്. ആ ചൈതന്യം ഇല്ലെങ്കിൽ ഇതൊക്കെ ജഡാണ്. നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണ ചൈതന്യം ഇല്ലെങ്കിൽ സൂക്ഷ്മ ശരീരവും പിന്നെ സ്ഥൂല ശരീരമൊക്കെ വെറും ജഡാണ്. പക്ഷേ സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും കൂടിയിട്ടുള്ള, അത് രണ്ടും കൂടിയിട്ടുള്ള അതിനെയാണ് നമ്മൾ ദേഹം എന്ന് പറയണത് കേട്ടോ. അതിനെയാണ് ക്ഷേത്രം എന്നും പറയും. അതിനെ ചൈതന്യവത്താക്കുന്ന ശക്തിയാണ് ആത്മാവ്. അതാണ് ഇതിന് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. 30 ഏതൈർവിലക്ഷണോ ജീവ പരമാത്മാ നിരാമയ തസ്യ ജീവസ്യ വിജ്ഞാനേ സാധനാന്യപി മേ ശൃണു. ഏതൈഹി വിലക്ഷണ ജീവ, ഇവയോട് വിലക്ഷണൻ ജീവൻ, നിരാമയ പരമാത്മാ, നിരാമയനായ പരമാത്മാവ്, തസ്യ ജീവസ്യ വിജ്ഞാനി, ആ ജീവൻ്റെ വിജ്ഞാനത്തിൽ, സാധനാനി അഭി, സാധനങ്ങളെയും മേ ശൃണു, ഞാൻ പറയാം, എന്നിൽ നിന്നു കേട്ടാലും. എന്താ പറഞ്ഞറിയോ? ഈ ദേഹം, ഇന്ദ്രിയം, ഇതിനോട് ചേരാതെ വേറിട്ടിരിക്കുന്ന, അപ്പം നമ്മൾ പറഞ്ഞില്ലേ ക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ, ഈ ദേഹേന്ദ്രിയാദി ഈ ഗ്രൂപ്പിൽ പെടാതെ വേറിട്ടിരിക്കുന്നതാണ് ജീവാത്മാവ്. ജന്മജര മരണം ആദി ഒന്നുമില്ലാത്തതാണ് പരമാത്മാവ് തന്നെയാകുന്ന ശരിക്കും ഈ ജീവാത്മാവ്. അതായത് ഈ നമ്മൾ പറഞ്ഞ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ജീവാത്മാവ്. ശരിക്കും ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ്. എന്താ? ജന്മജരാമരണാദികളില്ലാത്ത പരമാത്മാവ് തന്നെയാണ് ഈ ജീവാത്മാവ്. ആ ജീവൻ്റെ തത്വത്തെ, അതായത് ശരിക്കും നമ്മുടെ ജീവാത്മാവ് പരമാത്മാവാണ്. നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ ദേഹാന്ന് വിചാരിക്കുകയാണ് ആ ജീവാത്മാവിനെ. പക്ഷെ നമ്മുടെ ആ ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ്. ഞാൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ആ പരമാത്മാവാകുന്ന ജീവാത്മാവിനെ തന്നെയാണ് നമ്മൾ ശരിക്കും വിചാരിക്കേണ്ടത്. നമ്മളങ്ങനെ വിചാരിക്കണില്ല. നമ്മൾ ദേഹാന്ന് വിചാരിച്ച എപ്പോഴും പറയണത്. പക്ഷെ ശരിക്ക് പരമാത്മാവ് തന്നെയാകുന്ന ജീവാത്മാവാണ്. അതിന് ജന്മജര മരണാദി ക്ലേശങ്ങളില്ലേനും ആ പരമാത്മാവ് തന്നെയാകുന്ന ജീവാത്മാവിൻ്റെ ജന്മജരാമരണാദി ക്ലേശങ്ങളില്ലാത്ത ജീവാത്മാവിനെ അറിയാൻ സഹായിക്കുന്നതൊക്കെ ഞാനിപ്പോൾ പറയാം, കേട്ടാലും എന്ന് പറയാൻ ലക്ഷ്മണനോട്. അതാണ് ഈ ഞാൻ പറയാമെന്ന് പറയാണ്. എന്ത് പറയാം? ആ ജീവാത്മാവിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ. അതായത് ഞാൻ ജീവാത്മാവാണ് അല്ലെങ്കിൽ ഞാൻ പരമാത്മാവ് തന്നെയാണ് എന്നറിയാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറയാൻ കേട്ടോ.
ഏതേർവിലക്ഷണ ജീവ പരമാത്മാ നിരാമയ തസ്യ ജീവസ്യ വിജ്ഞാനേ സാധനാന്യപി മേ ശൃണു. കേട്ടോളൂ എന്ന് പറയാണ് ശ്രീരാമൻ ലക്ഷ്മണനോടെ. ഇനി പറയണം, ജീവശ്ച പരമാത്മാ ച പര്യായോ നാത്ര ഭേദധീഹി മാനാഭാവസ്ഥതാ ദേഹേ ഹിംസാദി പരിവർജനം. ജീവ പരമാത്മാ ച, ജീവനെന്നും പരമാത്മാവെന്നും പര്യായ. പര്യായാണത്. ജീവാത്മാവ് പരമാത്മാവ് ഒന്ന് തന്നെയാണെന്ന് പറയാണ്. നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പോൾ നമുക്കിപ്പോൾ ജലം, വെള്ളം, തോയം ഒക്കെ വെള്ളം തന്നെ പര്യായമല്ലേ. അതുപോലെ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. രണ്ട് പേരാണ്, ഒരേ പര്യായം എന്ന് പറയാണ്. ഒരേ വസ്തുവിനെ രണ്ട് ശബ്ദം കൊണ്ട് പറയുക, അത്രയേ ഉള്ളൂ. ഏതാ? ജീവാത്മാവും പരമാവും. അത്ര ഭേദധീന്ന, ഇതിൽ ഭേദബുദ്ധിയേ ഇല്ല, വ്യത്യാസമില്ല. തഥാ ദേഹേ മാനാഭാവ, അപ്രകാരം ദേഹത്തിൽ അഭിമാനമില്ലായ്മ. ഹിംസാദിവർജനം, ഹിംസ മുതലായവ ഉപേക്ഷിക്കുക. അതെ, ഇനി ഇതൊന്നിച്ച് പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതായത് 31, 32, 33, 34, 35, 36, 37 വരെ ഒന്നിച്ച് പറയണം. അപ്പം ഞാൻ അത് 37 വരെ വായിക്കാം കേട്ടോ. 31 വായിച്ചതേ. 32. പരാക്ഷേപാദിസഹനം സർവത്ര വക്രത തഥാ മനോവാക്കായ സദ്ഭക്ത്യാ സദ്ഗുരോ പരിസേവനം ബാഹ്യാഭ്യാന്തര സംശുദ്ധി സ്ഥിരത സൽക്രിയാദിഷു മനോവാക്കായ ദണ്ഡശ്ച വിഷയേഷു നിരീഹത നിരഹങ്കാരത ജന്മജരാദ്യാലോചനം തഥാ അസക്തിസ്നേഹശൂന്യത്വം പുത്രധാരധനാദിഷു ഇഷ്ടാനിഷ്ടാഗമേ നിത്യം ചിത്തസ്യ സമതാ തഥാ മയി സർവാത്മകേ രാമേ ഹ്യനന്യവിഷയാ മതിഃ ജനസമ്പാധരഹിതശുദ്ധദേശനിഷേവണം പ്രാകൃതൈർജനസംഘൈശ്ചാഹ്യരതിഃ സർവദാ ഭവേത് ആത്മജ്ഞാനേ സദോദ്യോഗോ വേദാന്താർത്ഥാവലോകനം ഉക്തൈരേതൈർഭവേ ജ്ഞാനം വിപരീതൈർവിപര്യഃ. കുറേ നമുക്ക് നോക്കാം അതിൻ്റെ അർത്ഥം. അപ്പം ആദ്യം പറഞ്ഞു, പിന്നെന്താണ് പരമാത്മാവും ജീവാത്മാവും ഒന്നാന്ന് പറഞ്ഞു അല്ലേ. അതിൽ ഭേദബുദ്ധി ഇല്ല. നമ്മളെ ദേഹാഭിമാനം ഇല്ലാഞ്ഞാൽ മതി, എന്നാൽ ഞാൻ പരമാത്മാവാണെന്ന്, ഞാൻ ദേഹാന്ന് അഭിമാനിക്കാണ്ടിരിക്കേ വേണ്ടൂ എന്ന് പറയാണ് കേട്ടോ. ഇനി നോക്കിക്കോളൂ. പരാക്ഷേപാദി സഹനം, പിന്നെ അതിൽ തന്നെ പറഞ്ഞു ഹിംസ മുതലായതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ആരെയും ഉപദ്രവിക്കരുത്, ഹിംസ ചെയ്യരുത്. അഹിംസ നമ്മൾ ആചരിക്കണം. പരാക്ഷേപാദി സഹനം, പരന്മാർ ചെയ്യുന്ന ആക്ഷേപാദികളെയൊക്കെ സഹിക്കണം. അതായത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലൊക്കെ അതിനൊന്നും പ്രതികരിക്കാതെ സഹിക്കണം. സർവത്ര അവക്രത, ഒന്നിലും നമുക്ക് വക്രത പാടില്ല, ക്രുക്കൻ്റ് ആവരുതെന്ന്. മനോവാക്കായ സദ്ഭക്തിയ, മനസ്സ് വാക്കം ദേഹം ഇവ കൊണ്ട് നല്ല ഭക്തിയോടുകൂടി സദ്ഗുരോഹ പരിസേവനം, സദ്ഗുരുവിനെ ശുശ്രൂഷിക്കുക. ബാഹ്യാഭ്യാന്തര സംശുദ്ധി, പുറത്തും ഉള്ളിലൊക്കെ നമുക്ക് പരിശുദ്ധി വേണം. ഉള്ളും പുറവും, അതായത് മനസ്സും ശുദ്ധീകരിക്കണം, പുറത്ത് ദേഹവും ശുദ്ധീകരിക്കണം. സത്ക്രിയാദിഷു സ്ഥിരത, എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക. മനോവാക്കായ ദണ്ഡജഹ, മനസ്സ് വാക്കം ദേഹം ഇവയുടെ ദണ്ഡനം. വിഷയേഷു നിരീഹത, വിഷയങ്ങളിൽ ഇച്ഛയില്ലായ്മ, അതായത് വാക്കിനെയും മനസ്സിനെയൊക്കെ നല്ലോണം അടക്കണം, ശാസിച്ചടക്കണം. പിന്നെയോ നിരീഹത, വിഷയേഷു നിരീഹത, വിഷയങ്ങളിലൊന്നും ആഗ്രഹമില്ലായ്മ. നിരഹങ്കാരത, അഹങ്കാരം ഇല്ലായ്മ. ജന്മജരാദ്യാലോചനം, ജന്മം ജര എന്നിവയെക്കുറിച്ച് നമ്മൾ വല്ലാതെ വിഷമിക്കുക, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആശങ്കപ്പെട്ടിട്ട് ഭയങ്കര ആങ്ഷ്യസ് ആവുക അതിനെ പറ്റിയിട്ട്. ധനാദിഷു, പുത്രന്മാരെ, ഭാര്യ, ധനം മുതലായവയിൽ ആസക്തി ഇല്ലാതിരിക്കുക. ആസക്തിന്ന്, അതായത് ആസക്തി ഇല്ലാതിരിക്കുക, വിരക്തി വരിക. സ്നേഹശൂന്യത്വം, സ്നേഹമില്ലായ്മ. ഇഷ്ടാനിഷ്ടാഗമേ, ഇഷ്ടാനിഷ്ടങ്ങളുടെ വരവിൽ നിത്യം ചിത്തസ്യ സമത, അതായത് നമ്മൾ ആരോടും സ്നേഹമില്ലായ്മ ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്ത് വന്നാലും ഇഷ്ടമുള്ളത് സംഭവിച്ചാലും അനിഷ്ടമായിട്ടുള്ളത് സംഭവിച്ചാലും ഒരേപോലെ അതിനെ കാണുക. നിത്യം ചിത്തസ്യ സമഭാവനയോട് കൂടി കാണുക.
ആ ചിത്തത്തിൻ്റെ സമഭാവം. സർവാത്മകേ രാമേമയി, സർവത്ര ആത്മാവായിരിക്കുന്ന രാമനായ എന്നിൽ, ഞാൻ തന്നെയാണ് എല്ലാവരും ആത്മാവ്, അങ്ങനെയുള്ള ആത്മാവായ എന്നിൽ അനന്യ വിഷയാ മതി, ഏകാന്തമായിട്ടുള്ള ബുദ്ധി ഉറപ്പിക്കുക എന്നിൽ. ജനസമ്പാദരഹിത ശുദ്ധദേശ നിക്ഷേപണം, ആൾക്കാർ ജനത്തിരക്കില്ലാത്ത ഏകാന്തത്തിൽ പോയിട്ട് വസിക്കുക. പ്രാകൃതൈഹി ജനസംഖ്യൈഹി ച, പ്രാകൃതന്മാരായ ജനസമൂഹങ്ങളോട് സർവദാ അരതി ഭവേത്, അവരുടെ അടുത്തൊന്നും, അതായത് നല്ല ആൾക്കാരുടെ കൂടെ അല്ലാതെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല, സംഘം പാടില്ല. ആത്മജ്ഞാനേ സദാ ഉദ്യോഗ, ആത്മാവിനെ അറിയുന്നതിൽ എപ്പോഴും പരിശ്രമിക്കണം. ആത്മാവിനെ അറിയാൻ അതിനുള്ള ആഗ്രഹത്തോടു കൂടി പരിശ്രമിക്കണം. മുമുക്ഷുത്വം വേണം. വേദാർത്ഥാന്താവലോകനം, വേദാന്തങ്ങളൊക്കെ വായിച്ച് അതിനെപ്പറ്റി ആലോചിച്ച് മനനം ചെയ്യണം. ഉക്തൈഹി ഏതേ, പറയപ്പെട്ടു, ഇവ കൊണ്ട് ജ്ഞാനം ഭവേത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ജ്ഞാനമുണ്ടാവും. വിപരീതൈഹി വിപര്യ, വിപരീതങ്ങൾ കൊണ്ട് ജ്ഞാനം ഇല്ലാതെയാവും ചെയ്യുന്ന. ഈ പറഞ്ഞത് എന്തൊക്കെയാണ് പറയണമെന്നോ അത് നമുക്കിങ്ങനെ ഇത് ശ്ലോകത്തിന് അർത്ഥമായിട്ടല്ലാണ്ട് നമുക്കിപ്പോൾ പറഞ്ഞതൊക്കെ ഒന്ന് ചുരുക്കി പറയാം. എന്താണ്? ജീവാത്മാവ് പരമാത്മാവ് എന്ന രണ്ട് വാക്ക് ഒരേ വസ്തുവിനെ പറ്റി പറയണ രണ്ട് വാക്കാണ്, അല്ലാതെ വേറെയല്ല. ദിക്ക്, ദേശം, കാലം ഇവ കൊണ്ടൊന്നും, ഇതൊന്നും, ഈ അവധികളൊന്നും ഈ ജീവാത്മാവിനില്ല. അതായത് കാലദേശാവധിഭ്യം നിർമുക്താണ്. ഇതിന് രണ്ടിനും ദേശകാലാവധിഭ്യം നിർമുക്തം ആയതുകൊണ്ടാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാ പറയണം. ഒന്ന് തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ജീവാത്മാവും പരമാത്മാവും ദേഹത്തിൽ ഞാനാണ് ദേഹം എന്നുള്ള ദേഹാഭിമാനം ഇല്ലാണ്ടിരിക്കുക ഒന്ന്. പിന്നെ പരപീഡ ചെയ്യാതിരിക്കുക, ഹിംസ. പിന്നെ ബാക്കിയുള്ളവർ ചെയ്യുന്ന നമ്മളോട് എന്തെങ്കിലും അനിഷ്ടം ചെയ്താൽ അതിനെ സഹിക്കുക. എല്ലാ കാര്യത്തിലും നല്ല നേർവഴിയായിട്ട്, വക്രബുദ്ധി ഇല്ലാതെ, കപടമില്ലാതിരിക്കുക എല്ലാറ്റിലും. പിന്നെ നല്ല സ്നേഹത്തോടു കൂടിയ മനസ്സും വാക്കും ശരീരവും കൊണ്ട് നമ്മളൊരു നല്ല സദ്ഗുരുവിനെ സേവിക്കുക, അല്ലെങ്കിൽ സജ്ജനങ്ങളെ സേവിക്കുക. പിന്നെ ശരീരത്തിനെ അതായത് ശരീരശുദ്ധി വരുത്തണം. അതിൻ്റെ ഒപ്പം തന്നെ മനസ്സിനും ശുദ്ധി വരുത്താൻ ചീത്ത വിചാരങ്ങളൊന്നും മനസ്സിൽ വരാതെ മനസ്സിനെ ശുദ്ധാക്കി വയ്ക്കുക. പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങളെ ചെയ്യാവൂ എന്നുള്ള നല്ല ബോധത്തോടു കൂടിയിരിക്കുക. ചീത്ത കാര്യം ഒരിക്കലും ചെയ്യരുത്. പിന്നെ മനസ്സുകൊണ്ട് ബാക്കിയുള്ളവർക്ക്, മനസ്സുകൊണ്ട് പോലും ആർക്കും ചീത്തത്തം വരണമെന്ന് വിചാരിക്കാതിരിക്കുക. ആരെയും കുറ്റം പറയാതിരിക്കുക, പരദൂഷണം. പിന്നെയോ ശബ്ദസ്പർശ, അങ്ങനെ നമ്മൾ അതുണ്ടല്ലോ, ആ ശബ്ദസ്പർശ രസരൂപഗന്ധ അതിൽ നിന്നുണ്ടാവുന്ന സുഖങ്ങളിലൊന്നും ആഗ്രഹമില്ലാതിരിക്കുക. പിന്നെ ജനനം, വാർദ്ധക്യം, മരണം അതിനെയൊക്കെ കുറിച്ച് വല്ലാതെ ചിന്തിച്ച് വേവലാതിപ്പെടുക, അത് അരുത്. അതൊന്നും അരുത്. പുത്രന്മാർ, ഭാര്യ, ധനം അതിലൊന്നും വല്ലാത്ത ആസക്തി ഉണ്ടാവരുത്. അവരോട് പ്രത്യേകമായിട്ട് എന്തൊന്നുമില്ലാത്ത അങ്ങനെ അരുത്. ഇഷ്ടം വരുമ്പോൾ സന്തോഷമോ അനിഷ്ടം വരുമ്പോൾ ദേഷ്യമോ അല്ലെങ്കിൽ ദുഃഖമോ തോന്നാതെ നല്ല സമനിലയോടുകൂടി എല്ലാറ്റിനെയും അഭിമുഖീകരിക്കണം. പിന്നെ സർവത്ര ആത്മസ്വരൂപനായിരിക്കുന്ന രാമനായ എന്നിൽ മാത്രം മനസ്സിനെ നിർത്തുക. മറ്റൊന്നും ചിന്തിക്കാതെ വല്ല ഏകാന്തത്തിലും പോയി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് താമസിക്കുക. എന്നിട്ടോ സംസാരികളായിട്ടുള്ളവരോടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. അതായത് ഭയങ്കര വിഷയികളായിട്ടുള്ളവരുടെ കൂട്ടുകെട്ട് വേണ്ടാന്ന് വയ്ക്കുക. പിന്നെ ആത്മസ്വരൂപത്തെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവണം. മുമുക്ഷുത്വത്തോടു കൂടിയിട്ട് ഈ വേദവാക്യങ്ങളൊക്കെ ഗുരുമുഖത്ത് നിന്ന് കേൾക്കുക, ചിന്തിക്കുക, മനനം ചെയ്യുക ഒക്കെ ചെയ്യുക. എപ്പോഴും പരിശ്രമിക്കണം അതിന്. പിന്നെ ഉപനിഷത് വാക്യാർത്ഥങ്ങളൊക്കെ വിചാരം ചെയ്ത് ഉറപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം അഭ്യസിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെയും ദേഹത്തിനെയൊക്കെ അടക്കിയാൽ ഈ ആത്മജ്ഞാനം ഉണ്ടാവും, അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങും എന്ന് പറയുകയാണെങ്കിൽ. കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഇല്ലേ. ഇതൊക്കെ ചെയ്താൽ ആത്മജ്ഞാനം ഉണ്ടാവും, അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങും. ഇനി മാത്രമല്ല, ഈ പറയണതിനൊക്കെ വിപരീതമായിട്ട് ചെയ്താലോ ഈ ജന്മജരാ മരണാദി സംസാര സാഗരത്തിൽ നിന്ന്
ഒരിക്കലും കരകയറാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അജ്ഞാനം നീങ്ങി ജ്ഞാനം ഉദിക്കും, മോക്ഷം ലഭിക്കും. ഈ പറഞ്ഞതിന് വിപരീതമായിട്ട് ചെയ്താൽ ഈ ജന്മജരാമരണാദികളാൽ ക്ലേശിക്കുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് കാലം കഴിക്കേണ്ടി വരും എന്നാണ് ഇതിൽ പറഞ്ഞത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അത് നമ്മൾക്ക് എല്ലാം ഓർമ്മിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചുരുക്കത്തിലെല്ലാം നല്ല കാര്യങ്ങളെ ചെയ്യാവൂ, നല്ല കാര്യങ്ങളെ തോന്നാവൂ, നല്ല കാര്യങ്ങളെ പറയാവൂ, ആർക്കും ഉപദ്രവം ചെയ്യരുത്. എന്ത് ദുഃഖവും സുഖവും വന്നാലും അതിനെ ഒരുപോലെ അഭിമുഖീകരിക്കണം. ഇതൊക്കെയാണ് കാര്യമായിട്ട് പറഞ്ഞത്. പിന്നെ ജീവാത്മാവും പരമാത്മാവും ഒന്നാന്നും പറഞ്ഞു അല്ലേ. പിന്നെ മുമുക്ഷുത്വം വേണം നമുക്ക്. അതായത് നമുക്ക് ഇത് കിട്ടണം എന്നുള്ള, അതായത് നമുക്ക് മോക്ഷം കിട്ടണം എന്നുള്ള ആഗ്രഹം വേണം. മോക്ഷം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് മോക്ഷം കിട്ടും. ഇല്ലെങ്കിൽ ജന്മജരാമരണ ക്ലേശം കൊണ്ട് നിറഞ്ഞ ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. അപ്പം നമുക്കിനി ആ ശ്ലോകങ്ങളൊക്കെ ഒന്നും കൂടി വായിച്ച് അടുത്തേക്ക് പോവാം കേട്ടോ. ജീവശ്ച പരമാത്മാ ച പര്യായോ നാത്ര ഭേദധി മാനാഭാവസ്തഥാ ദേഹേ ഹിംസാദി പരിവർജനം പരാക്ഷേപാദിസഹനം സർവത്രാവക്രത തഥാ. അതാണ് ബാക്കിയുള്ളവരെ എന്തെങ്കിലും ചെയ്താൽ സഹിക്കുക, സർവത്ര ആവക്രത സ്ട്രെയിറ്റ് ഫോർവേഡ് ആവുക, തഥാ മനോവാക്കായ സദ്ഭക്തിയ സദ്ഗുരോ പരിസേവനം, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗുരുവിനെ സേവിക്കുക, ബാഹ്യാഭ്യന്തര സംശുദ്ധി സ്ഥിരത സൽക്രിയാദിഷു, അതായത് അകത്തും പുറത്തും ശുദ്ധാവണം, നല്ല കാര്യങ്ങളെ ചെയ്യാവൂ, സൽക്രിയ, മനോവാക്കായ ദണ്ഡസ്ഥ വിഷയേഷു നിരീഹത, അതായത് വിഷയത്തിലൊന്നും എപ്പോഴും മനസ്സ് വയ്ക്കുക, നിരഹങ്കാരത, ജന്മജരാദ്യാലോചനം തഥാ, അതായത് ജന്മജരാമരണങ്ങളെപ്പറ്റി ആലോചിച്ച് വ്യാകുലപ്പെടരുത്, അല്ലാതെ ദുഃഖിക്കുന്നരുത്, അതിനെപ്പറ്റി വറി ചെയ്യരുത്, അസക്തി സ്നേഹശൂന്യത്വം പുത്രധാര ധനാദിഷു, അതായത് കുടുംബത്തിലൊക്കെ വലിയ ധനത്തിലൊന്നും വലിയ ആസക്തി ഇല്ലാതിരിക്കണം. പിന്നെ ഇഷ്ടാനിഷ്ടാഗമേ നിത്യം ചിത്തസ്യ സമത തഥാ, ഇഷ്ടാനിഷ്ടങ്ങൾ വരുമ്പോൾ സമചിത്തതയോട് അഭിമുഖീകരിക്കണം. മൈ സർവാത്മകേ രാമേ ഹ്യനന്യ വിഷയാമതി, ബുദ്ധി എന്നിൽ തന്നെ ദൃഢമായി കേന്ദ്രീകരിക്കൂ. ജനസമ്പാദരഹിത ശുദ്ധദേശ നിഷേവണം, ആരുമില്ലാത്തോർത്ത് പോയി താമസിക്കുക. പ്രാകൃതേ ജനസംഖ്യശ്ചാഹിരതി സർവദാ ഭവേൽ, വിഷയികളായിട്ടുള്ളവരുള്ള സംഘം വർജിക്കുക. ആത്മജ്ഞാനി സദോദ്യോഗെ, ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. വേദാന്താർത്ഥാവലോകനം, വേദാന്തവാക്യങ്ങളൊക്കെ ആലോചിച്ച് മനനം ചെയ്യുക. ഉക്തൈരേതേർ ഭവേ ജ്ഞാനം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ജ്ഞാനം ലഭിക്കും. വിപരീതേർ വിപരീയ, വിപരീതമായാലോ സംസാര സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങി നമുക്ക് ഒരിക്കലും കര കാണാതെ കിടക്കേണ്ടി വരും. ഇനി ബുദ്ധിപ്രാണ മനോദേഹാഹങ്കൃതിഭ്യോ വിലക്ഷണ ചിദാത്മോഹം, അതെ തന്നെയാണ് 38. ബുദ്ധിപ്രാണ മനോദേഹാഹങ്കൃതിഭ്യോ വിലക്ഷണ ചിദാത്മാഹം നിത്യശുദ്ധ ബുദ്ധ ഏവേദി നിശ്ചയം യേന ജ്ഞാനേന സംവേത്തി തജ്ഞാനം നിശ്ചിതം ജാ വിജ്ഞാനം ച തദൈവ ഇതൽ സാക്ഷാത് അനുഭവേദ്യത. എന്താ പറയണ അറിയോ? ബുദ്ധിപ്രാണ മനോദേഹാഹങ്കൃതിഭ്യ, ബുദ്ധി, പ്രാണൻ, മനസ്സ്, ദേഹം, അഹങ്കാരം ഇവയിൽ നിന്ന് വിലക്ഷണ അഹം, വേറിട്ടിരിക്കുന്ന ഞാൻ. അതായത് ഞാൻ എന്ന് പറയണത് ശരിക്ക് ബുദ്ധിയല്ല, പ്രാണനല്ല, മനസ്സല്ല, ദേഹമല്ല, അഹങ്കാരമല്ല. ഞാൻ ഇതിന്ന് വേറിട്ട് നിൽക്കുന്നത് അവിലക്ഷണ അഹം. ഞാൻ ആരാ പിന്നെ? ചിദാത്മാ, ചിൽസ്വരൂപനും നിത്യശുദ്ധ ബുദ്ധ ഏവ, നിത്യനും ശുദ്ധനും ബുദ്ധനുമാണ് ഞാൻ. ഇത് നിശ്ചയം എന്നുള്ള ഉറപ്പ്. ഞാൻ ഇതൊന്നുമല്ല, ദേഹേന്ദ്രിയങ്ങളൊന്നുമല്ല. ഞാൻ എന്താണ്? ആ ചിദാത്മാ, ചിൽസ്വരൂപനാണ്. അതിന്നൊക്കെ വേറിട്ട നിത്യശുദ്ധ ബുദ്ധ സ്വരൂപനാണ്. യേനജ്ഞാനേന സംവേത്തി, ഏതൊരു ജ്ഞാനത്താൽ നന്നായി അറിയുന്നുവോ തജ്ഞാനം, അതാകുന്നു ജ്ഞാനം എന്ന് മേ നിശ്ചിതം ച, എന്നാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഏതദേവ, ഇതിനെ തന്നെ യഥാ സാക്ഷാൽ അനുഭവേത്, ഈ ഒരു ഫീലിങ്ങിൽ
ഈ ഒരു സ്ഥിതിയിൽ എപ്പോഴും വർത്തിക്കണം എന്ന് പറയുകയാണ്. തദ് വിജ്ഞാനം ച, അത് വിജ്ഞാനം, അതായത് അറിയണത് ജ്ഞാനം. ആ അറിഞ്ഞിട്ട് അത് അനുഭവമായിട്ട് ആ സ്ഥിതിയിൽ തന്നെ നമ്മൾ വർത്തിക്കണത്, എക്സിസ്റ്റ് ചെയ്യണത്, ആ സ്ഥിതിയിൽ നമ്മൾ ആ ജ്ഞാനത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് വിജ്ഞാനം. അറിഞ്ഞിട്ട് അത് അനുഭവമാക്കണത്, അതാണ് ബുദ്ധി, പ്രാണൻ, മനസ്സ്, ദേഹം, അഹങ്കാരം ഇവയിൽ നിന്നൊക്കെ വേറിട്ടിരിക്കുന്ന ഞാൻ. ആരാണ് ഞാൻ? ജ്ഞാനസ്വരൂപനും നാശരഹിതനും പുണ്യപാപാദി കർമ്മമായിട്ട് ഒരു ബന്ധമില്ലാത്തവനും പരിശുദ്ധനും ശുദ്ധബുദ്ധ പറഞ്ഞില്ലേ. അതായത് ആരാ സഹായവും ഇല്ലാതെ തന്നെ തന്നെ അറിഞ്ഞിരിക്കുന്നവനുമാകുന്നു എന്ന് ആ ബോധം. ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ആ ചിതാത്മസ്വരൂപം തന്നെയാണെന്ന് പറഞ്ഞ് ആ ബോധമില്ലേ, ബോധം മഹാവാക്യാർത്ഥത്തെ ഗുരുമുഖത്തിൽ നിന്ന് ശ്രവിക്കുന്നാൽ ഉണ്ടാകുന്നു. ആരാണ് ഗുരുവാണത് ആ ജ്ഞാനം കൊടുക്കണത്. ഞാനിങ്ങനെ ഇതൊന്നുമല്ല, ജ്ഞാനാനന്ദ സ്വരൂപനാണ് ഞാൻ എന്ന് ഗുരു കൊടുക്കണ ആ ജ്ഞാനം ആണ്. അത് മനസ്സിലായാലാണ് ആ ജ്ഞാനാണ് ശരിക്കും ജ്ഞാനം. പിന്നെയോ അതിനെ തന്നെ ഗുരുവിൻ്റെ നിന്ന് ജ്ഞാനം കിട്ടി. ആ ജ്ഞാനത്തിനെ നിരന്തരമായി അഭ്യസിക്കുന്നത് കൊണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ അനുഭവമാകും. അതാണ് വിജ്ഞാനം എന്ന് പറയുകയാണ്. ആദ്യം ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു. ജ്ഞാനം എന്താ വെച്ചാൽ, ഞാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രാണനും മനസ്സും ബുദ്ധിയും ദേഹവും അഹങ്കാരം ഒന്നുമല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപനും നാശരഹിതനും ഈ പുണ്യപാപങ്ങളായിട്ട് ബന്ധമില്ലാത്ത പരിശുദ്ധമായിട്ടുള്ള ആ ജ്ഞാനസ്വരൂപനാണ് ഞാൻ എന്ന് ആദ്യം മനസ്സിലാക്കുക ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന്. എന്നിട്ട് പിന്നെ ആ ജ്ഞാനത്തിനെ തന്നെ എപ്പോഴും മനനം ചെയ്ത് ഞാൻ ഈ ദേഹമല്ല, ഞാൻ ഈ ജ്ഞാനാനന്ദ സ്വരൂപനായിട്ടുള്ള പരമാത്മാവ് തന്നെയാണെന്ന് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്തിട്ട് കുറേ കഴിയുമ്പോൾ അത് അനുഭവത്തിൽ വരും. ഞാൻ ശരിക്കും ദേഹമല്ല എന്നങ്ങടെ അനുഭവമാവും. അതാണ് വിജ്ഞാനം. അതാണ് അപ്പം ഇതിൽ പറഞ്ഞത്. ബുദ്ധിപ്രാണ മനോദേഹോ ഹങ്കൃതിഭ്യോ വിലക്ഷണ ചിദാത്മാഹം നിത്യശുദ്ധ ബുദ്ധ ഏവേദി നിശ്ചയം യേന ജ്ഞാനേന സംവേത്തി തജ്ഞാനം നിശ്ചിതം ചതാ വിജ്ഞാനം ചതൈതൽ സാക്ഷാത് അനുവേദ്യമാ. അത് അനുഭവമാകുമ്പോൾ അത് വിജ്ഞാനമാണ്. എന്നിട്ട് അത് തന്നെ നമ്മൾ വർത്തിച്ചും കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ 39 കഴിഞ്ഞു അല്ലേ, ഒരെണ്ണം കൂടി 40 കൂടി ചെയ്യാം. ആത്മാ സർവത്ര പൂർണ്ണ സ്യാച്ചിദാനന്ദാത്മകോ വ്യയ ബുദ്ധ്യാദ്യുപാധിരഹിത പരിണാമാതിവർജിത. കുറച്ചുകൂടി പറയണു ആത്മാവിനെ പറ്റിയിട്ട്. ആത്മാവ് സർവത്ര പൂർണ്ണ, എല്ലാ ദിക്കിലും നിറങ്ങി നിൽക്കുന്നതാണ്. ഓൾ പെർവൈഡിങ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ, ഓം പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാവശിഷ്യതേ. പൂർണ്ണനാണ്, പരിപൂർണനാണ്, എങ്ങും നിറഞ്ഞവനാണ്. ആത്മാവ് ചിദാനന്ദാത്മക, ജ്ഞാനാനന്ദ സ്വരൂപനാണ്. അവ്യയ, നാശമില്ലാത്തവനാണ്. ബുദ്ധ്യാദ്യുപാധിരഹിത, ബുദ്ധി ഇത്യാദി യാതൊരു ലിമിറ്റേഷൻസും ഇല്ല. ഇൻഫിനിറ്റാണ്, വിത്തൗട്ട് ലിമിറ്റേഷൻ. ഒരു ധർമ്മങ്ങളെയും ഒരു ഉപാധികളും ഇല്ല. ഉപാധിരഹിതനാണ്. പരിണാമാതിവർജിത, ഒരു രൂപമാറ്റോ ഭാവമാറ്റോ ഒന്നുമില്ല, പരിണാമങ്ങളില്ല. എന്താണ് ബുദ്ധ്യാദി വിലക്ഷണൻ എന്ന് പറഞ്ഞതിനെ ഒന്നും കൂടിയും പറയണേ. മുമ്പത്തേൽ പറഞ്ഞല്ലോ ബുദ്ധ്യാദി വിലക്ഷണൻ എന്ന്. എന്താ പറയണേ? ആത്മാവ് സർവ്വദിക്കിലും നിറഞ്ഞിരിക്കുന്ന ജ്ഞാനാനന്ദ സ്വരൂപനും ക്ഷയമില്ലാത്തവനും, അതായത് നാശം ഇല്ലാത്തവനും രാഗദ്വേഷങ്ങളാൽ സ്പർശിക്കപ്പെടാത്തവനും. അത് ഒരിക്കലും ഒന്നും സ്പർശിക്കപ്പെടുന്നില്ല. ജന്മജരാതി, അതായത് കുറച്ച് കഴിഞ്ഞാൽ വയസ്സാവുക, നമുക്കൊക്കെ ഉണ്ടല്ലോ, ജനിക്കുക, കുറച്ച് വളരുക, മധ്യവയസ്കാവുക, അങ്ങനെ നമുക്കുള്ള മാറ്റങ്ങളെ ജന്മജരാതി ഒരു വികാരങ്ങളും ഇല്ലാത്തവനാകുന്നു ആത്മാവ്. അതാണ് ബുദ്ധ്യാദി വിലക്ഷണം എന്ന് പറയണതേ. സർവത്ര നിറഞ്ഞിരിക്കുന്ന ജ്ഞാനാനന്ദ സ്വരൂപനെന്ന് മാത്രമല്ല, ഒരിക്കലും നാശമില്ല, പരിപൂർണനാണ്. ഈ ബുദ്ധ്യാദി ധർമ്മങ്ങളായ രാഗദ്വേഷങ്ങളൊന്നുമില്ല. അതിനൊക്കെ അത് അങ്ങനത്തെ ഒരു ലിമിറ്റേഷനും ഇല്ല. ഉപാധിരഹിതനാണ്.
ഇതൊന്നും സ്പർശിക്കണേയില്ല. അങ്ങനെ ജന്മജരാതി വികാരങ്ങളൊന്നുമില്ലാത്ത സർവത്ര നിറഞ്ഞിരിക്കുന്ന ജ്ഞാനാനന്ദ സ്വരൂപനാണ് ആത്മാവ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ആത്മാ സർവത്ര പൂർണ്ണ സ്യാച്ചിദാനന്ദാത്മകോ വ്യയ അവ്യയ ആണ്. സ്യാച്ചിദാനന്ദാത്മകോ വ്യയ ബുദ്ധ്യാദ്യുപാധിരഹിത പരിണാമാതിവർജിത. പരിണാമം വർജിക്കപ്പെട്ടു മീൻസ് ഒരു മാറ്റങ്ങളും ഇല്ല. അതാണ് ജന്മജര നര ആദി വികാരങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചാൽ എന്നും ഒരുപോലെ ഇരിക്കണതാണ്. നിത്യസത്യ ശുദ്ധ സ്വരൂപൻ അല്ലേ, സനാതനൻ. അതൊക്കെയാണ് ആത്മാവെന്ന്. അത് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.